പരിശുദ്ധനായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഈ വചനം മറ്റുള്ളവരുടെ അടുക്കലേക്കും എത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങളെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാവണം. നമുക്കറിയാം, ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ രക്തമെല്ലാം വലിച്ചെടുത്താണ് ആ കുഞ്ഞ് 9 മാസവും 9 ദിവസവും അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നത്. ഇപ്രകാരം ജീവിച്ച് ജനിക്കുന്ന കുഞ്ഞിൻ്റെ മാംസരക്തങ്ങൾ മാതാപിതാക്കളുടെ മാംസരക്തങ്ങളുടെ ഭാഗമാണ്. മാതാപിതാക്കളുടെ മാംസരക്തങ്ങളുടെ ഭാഗം ആകുന്നവരാണ് അതുകൊണ്ട് ആ കുഞ്ഞ് അപ്പ അമ്മ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തിരുവചനം പറയുകയാണ്, മക്കൾ, ദൈവമക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കാകണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പെസഹാ ദിവസം ഒരപ്പം എടുത്തുയർത്തിയിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ ശരീരമാണ്, വന്നു വാങ്ങി ഭക്ഷിക്കുക. അതിനുശേഷം വീഞ്ഞു നിറഞ്ഞ പാനപാത്രം എടുത്തുയർത്തിയിട്ട് ആശീർവദിച്ച് അപ്പസ്തലന്മാരോട് പറയുകയാണ്, ഇത് നിങ്ങളുടെയും അനേകരുടെയും പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്, വന്നു വാങ്ങി കുടിക്കുക. അതുകൊണ്ടാണ് പൗലോസിൽ വ്യക്തമായി പറയുന്നത്, ലേവ്യരുടെ ഹെബ്രായരുടെ പുസ്തകത്തിൽ, മക്കൾ മാതാപിതാക്കളുടെ മാംസരക്തങ്ങളുടെ ഭാഗമാകുന്നത് പോലെ ദൈവമക്കളാകാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ മാംസരക്തങ്ങളുടെ ഭാഗഭാക്കുകളാവണം. ഓരോ വ്യക്തികളുടെയും ശരീരത്തിലെ മാംസരക്തങ്ങൾ മാതാപിതാക്കളിൽ നിന്നാണ് ലഭിച്ചത്. അങ്ങനെ മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി. ഇതേ ശരീരം ആത്മീയമായി രൂപാന്തരപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടണമെങ്കിൽ, കർത്താവ് പറഞ്ഞ പുതിയ ഉടമ്പടിയുടെ രക്തം, നിങ്ങളുടെയും അനേകരുടെയും പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം. സിറോ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാന എടുത്തുയർത്തിയിട്ട് അരുളി ചെയ്യുന്നത്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പാപമോചനത്തിനായും നിത്യം ജീവിക്കുവാനുമായി പിതാവായ ദൈവം ഭൂമിയിലേക്ക് അഭിഷേകം ചെയ്തയച്ച യേശുവിൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കണം എന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം. ആ ദൈവഹിതം നിറവേറ്റിക്കൊണ്ടാണ് യേശു സ്വന്തം ശരീരം കാൽവരിയിൽ ബലിയായി അർപ്പിച്ചത്. സോ ഈ ബലിയർപ്പണത്തിന് മുൻപ് കാൽവരിയിൽ ബലിയർപ്പിച്ച തൻ്റെ ഭൗതികമായ ശരീരം വന്ന് ഭക്ഷിക്കുവാനോ ആ മാംസത്തിൽ നിന്നൊഴുകിയ രക്തം വന്ന് കുടിക്കുവാനോ കർത്താവ് പറഞ്ഞിട്ടില്ല. മറിച്ച് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പൊടിയുന്നതിന് മുൻപ്, തൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുകൊണ്ട് പോലും മുറിവേൽക്കുന്നതിന് മുൻപ് ഒരപ്പം എടുത്ത് ഉയർത്തിയിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്. ഊതിയാൽ പറന്നു പോകുന്ന അത്രയും എളിമയുടെ രൂപത്തിൽ ഏറ്റവും ചെറിയ ഒരു ഭാവത്തിൽ സ്വന്തം ശരീരമാക്കി മാറ്റുകയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നയിക്കുന്ന ദൈവത്തിന് ഒരു മനുഷ്യരൂപത്തിലായി ഭൂമിയിൽ വരാൻ സാധിക്കുമെങ്കിൽ, ആ ദൈവത്തിന് കടലിൻ്റെ മുകളിലൂടെ നടക്കുവാൻ സാധിക്കുമെങ്കിൽ, ആ ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ, കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ, ആ ദൈവത്തിന് ഒരപ്പത്തിൻ്റെ രൂപമായി മാറുവാനും സാധിക്കും. അതുകൊണ്ടാണ് ലൂക്ക 1:37 പറയുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സകലതും സാധ്യമാണ്. നമുക്ക് ദൈവമാകാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിന് മനുഷ്യനാകുവാൻ സാധിക്കും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ ആ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച, നമ്മുടെ രക്ഷകനായി അവതരിച്ച, നമുക്ക് ജീവൻ നൽകുവാൻ, അത് നിത്യജീവൻ നൽകാൻ സമൃദ്ധമായി നൽകുന്നതിന് ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശുവിൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിച്ചു വേണം നമ്മൾ ദൈവമക്കളാകാൻ. അതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ പിശാച് പറയും, നിങ്ങളതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കുമെന്ന് ദൈവമായ കർത്താവ് ആദാമിനോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. എന്നാൽ ദൈവമായ കർത്താവ് ഇല്ലാത്ത സമയത്ത് പിശാച് കടന്നു വന്ന് അവന് കൂട്ടിന് നൽകിയ ഹവ്വായോട് പറയുകയാണ്,
നീ അത് ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല. നിനക്കത് ഭക്ഷിക്കാം. ഈ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നിനക്ക് ഭക്ഷിക്കാം, നീ മരിക്കുകയില്ല. ദൈവമായ കർത്താവ് പറയാണ്, ഭക്ഷിച്ചാൽ നീ മരിക്കും. പിശാച് പറഞ്ഞു നീ മരിക്കുകയില്ല. അപ്പോൾ ഇത് മരിക്കുകയില്ല എന്ന പിശാചിൻ്റെ വചനം കേൾക്കാൻ നല്ല ഇമ്പമുള്ളതായിരുന്നു. ഇതുപോലെയാണ് സഹോദരങ്ങളെ ഇന്ന് വന്ന് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ തിരുശരീരം വന്ന് ഭക്ഷിക്കരുതെന്ന് പറയുന്ന പൈശാചിക പ്രബോധനങ്ങൾ ഇന്ന് ലോകത്തിൽ ഒരുപാടുണ്ട്. ഈ പൈശാചിക പ്രബോധനങ്ങൾ നമുക്ക് കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ്. പിശാച് ഹവ്വായെ വഞ്ചിച്ചതുപോലെ ചൂഷണം ചെയ്യുവാൻ വഞ്ചനാപരമായ വചനങ്ങൾ വളച്ചൊടിച്ച് നമ്മളോട് പ്രസംഗിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർ യേശുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുകയുമില്ല, യേശുവിൻ്റെ തിരുരക്തം പാനം ചെയ്യുകയുമില്ല, എന്നാൽ മറ്റുള്ളവരെ ഭക്ഷിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സഹോദരൻ, ഇപ്രകാരമുള്ള പൈശാചികമായ പ്രബോധനങ്ങൾ ഭൂമിയിൽ ധാരാളം നിലനിൽക്കുകയാണ്. ഭൂമിയിൽ പൈശാചികമായ പ്രബോധനങ്ങൾ ഭൂമിയിൽ ധാരാളം നിലനിൽപ്പുണ്ട്. അപ്പോൾ അനേകം വ്യക്തികൾ കേൾക്കാൻ ഇമ്പമുള്ളവ, ചെവിക്ക് കേൾക്കാൻ ഇമ്പമുള്ളവ, മനസ്സിന് ഇണങ്ങുന്ന ഒരുപാട് പ്രബോധകരെ വിളിച്ചു വരുത്തുകയും ദൈവവിരുദ്ധമായ പ്രബോധനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരുപാട് വിശ്വാസികൾ ഇന്ന് ലോകത്തിലുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, നീ ഇത് ഭക്ഷിക്കരുത്, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും. പിശാച് വന്നിട്ട് എന്താ പറയുന്നേ? ഇല്ല, നിനക്കത് ഭക്ഷിക്കാം, ഒരു കുഴപ്പമില്ല, നീ മരിക്കുകയില്ല. പിശാച് പറഞ്ഞതും ശരിയായിരുന്നു. അതിനുശേഷം ദൈവമായ കർത്താവ് പറയുകയാണ്, അവർ നന്മ തിന്മകളുടെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിച്ചു, നമ്മിൽ ഒരുവനെപ്പോലെയായി ആദവും ഹവ്വായും. ആ ഒരൊറ്റ കാരണത്താൽ ദൈവമായ കർത്താവ് പറുദീസായിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വായെയും പുറത്താക്കി. അങ്ങനെ പുറത്തായ ആദവും ഹവ്വായുടെയും മക്കളായ നമ്മൾ ഇനി ദൈവമായ കർത്താവ് പറയാണ്, ജീവന്റെ രക്തം, നിനക്ക് ജീവൻ നൽകുന്ന രക്തം, നിനക്ക് ജീവൻ നൽകുന്ന അപ്പം വന്ന് വാങ്ങി ഭക്ഷിക്കുക, നിനക്ക് ജീവൻ കിട്ടും. നീ നഷ്ടപ്പെടുത്തിയ പറുദീസ, നീ നഷ്ടപ്പെടുത്തിയ ഏദൻ തോട്ടം, നിന്റെ പൂർവികരാൽ നിനക്ക് നഷ്ടപ്പെട്ട ഏദൻ തോട്ടം തിരികെ ലഭിക്കണമെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ദൈവത്തിൻ്റെ മാംസരക്തങ്ങളിൽ നമ്മൾ ഭാഗഭാക്കുകളാവണം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാംസരക്തങ്ങളിൽ ഭാഗഭാക്കാകുന്നതിന് വേണ്ടിയാണ് കർത്താവായ ദൈവം ഭൂമിയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, കാരണം ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. മനുഷ്യന് ഭക്ഷണമായി മാറി, മനുഷ്യന് പാനീയമായി മാറിക്കൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന മാംസരക്തങ്ങളോട് ദൈവത്തിൻ്റെ മാംസരക്തങ്ങൾ ചേരുമ്പോൾ നമ്മൾ നിത്യജീവന് അവകാശികളായി മാറുന്നു എന്നതാണ് വലിയ രഹസ്യം. ബൈബിൾ പഠിപ്പിക്കുന്ന ഈ വലിയ രഹസ്യത്തിലൂടെ നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.